ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. പനി പിടിച്ച് സൗണ്ട് പൊക്കൊടുക്കണിട്ട് അത് കാരണമാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കടച്ചക്ക എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ കൂട്ടാൻ വെച്ചു. അത് നന്നാവണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യാമെന്ന് വെച്ച് വീഡിയോ പിടിച്ചതാണ്. നാട്ടിൽ പോയപ്പോൾ കടച്ചക്ക വാങ്ങിച്ച് കൊണ്ടുവരാമെന്ന് വെച്ച് അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇന്നലെ മലയാളി കടയിൽ പോയപ്പോൾ 2 കടച്ചക്ക വാങ്ങിച്ച് കൊണ്ടുവന്നിരുന്നു. അത് ഞാൻ എൻ്റെ സ്റ്റൈലിലൊന്ന് വെച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചപ്പാത്തിയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. കടച്ചക്ക അരിഞ്ഞ് അത് കുക്കറിലിട്ട് ഒരു നുള്ളുപ്പും മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു വിസിലടിച്ചു. അത് കഴിഞ്ഞ് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നാളികേരം, വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, വേപ്പില, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളത് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കിട്ടാം. അത് കാരണം അത്രേ എടുത്തുള്ളൂ. ഇതൊക്കെ ഇട്ട് നന്നായി ബ്രൗൺ കളറാവണ വരെ വാട്ടി എടുത്ത് അത് നേരത്ത് പിന്നെ അത് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് സബോള, 4 സബോള, 2 തക്കാളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി. അപ്പോൾ ആ വഴറ്റി അത് കഴിഞ്ഞ് അത് നന്നായി വഴണ്ട് വന്നപ്പോൾ ഒരു പുളിയുറുമ്പിൻ്റെ കളറൊന്നുമല്ല, അത്രയ്ക്കൊക്കെ ആകുമ്പോൾ ഈ വേവിച്ച് വെച്ച കടച്ചക്ക ഇട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ നാളികേരം വറുത്ത് വെച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂട്ടി ഇളക്കി എടുത്തു കിട്ടാം. നല്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി എൻ്റെ കണ്ടുപിടുത്തം എന്തായാലും. പിന്നെ ഈ കടച്ചയ്ക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അന്നജത്തിൻ്റെ ഇത് അടങ്ങിയിരിക്കുന്നതാണെന്നാണ് പറയണത്. അതുപോലെ വിറ്റാമിൻ എ, ബി, സി ഉണ്ട്. ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ നീക്കി നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കും. ശരീരത്തിന് വേണ്ട HD ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ കടച്ചക്ക വളരെ നല്ലതാണ്. ചില ഭാഗത്ത് ചക്ക എന്ന് പറയും. വേറെ വല്ല പേരുണ്ടെങ്കിൽ കമൻ്റായി എല്ലാവരും ഇടണേ.